എന്താണേലും കൊള്ളാമല്ലേ ഈ യശ്വന്ത് കോക്കിൻ്റെ കഥയെ? ഭയങ്കരം തന്നെ. എടാ നാണോ മാനോ ഉണ്ടോ നിനക്കൊക്കെ? ഒരു മൂവി റിവ്യൂ ചെയ്തിട്ട്, മൂവി പോയി കണ്ടിട്ട് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാശ് കിട്ടുന്നുണ്ട്, അത് മേടിച്ച് ഞണ്ണിയാൽ പോരെ നിനക്കൊക്കെ? പോരാത്തതിന് ഇങ്ങനെ 5 ലക്ഷവും 1 ലക്ഷവും 3 ലക്ഷവും ഒക്കെ മേടിച്ച് കൂട്ടുകയാണല്ലേ. ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോയിക്കൂടാ യശ്വന്ത് കോക്ക് നീയൊക്കെ? നാണോ മാനോ ഇല്ലാത്തവൻ. അയ്യയ്യേ, അത് കളിച്ചത് ആരുടെ അടുത്താ? ഇപ്പോൾ കളി പഠിപ്പിച്ചല്ലോ. സുരേഷ് ഗോപി സാറിൻ്റെ മോൻ്റെ അടുത്താണ് എൻ്റെ കളി പണി കിട്ടിയല്ലോ. എന്താണേലും കൊള്ളാം. 1 ലക്ഷം രൂപ സിനിമയുടെ റിവ്യൂ പറയാൻ 4.5 കോടി മുടക്കിയ പടമാണ്. അതിനെ ഈ 1 ലക്ഷം തന്നില്ല എന്ന് പറഞ്ഞ് പൊളിച്ചുളഞ്ഞു. എന്താ പറയുക. അതേപോലെ ഉണ്ണി വ്ളോഗ്, ഇതുപോലെ കുറേ എണ്ണം ഉണ്ടെന്നേ. ഇത് റിവ്യൂ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഈ കാശ് കൊണ്ട് ഇവന്മാർക്ക് ജീവിച്ചാൽ പോരാ. ഇവന്മാരാണെങ്കിൽ ഒരു നാണോ ഇല്ലാത്തവന്മാർ. അയ്യയ്യേ, ഞാനിപ്പോൾ എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നില്ല, അപ്പോൾ അത് മോശം പരിപാടിയാണ്. എന്നാലും എനിക്ക് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മൾ പാവപ്പെട്ടവനാണ്. അല്ലാതെ ഈ യശ്വന്ത് കോക്കോ സീക്രട്ട് ഏജൻറ്റിനെ പോലെ മറ്റേ കളറായിട്ടുള്ള കാറും കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഞാൻ ഒരു വീഡിയോ ഇറക്കുന്നു. എന്നാൽ ഈ യശ്വന്ത് കോക്കേ ഒരു